എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു തൃക്കാർത്തിക സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വിളക്കൊക്കെ വെച്ചു. അപ്പോൾ ഇത്തവണ കുറച്ച് വിളക്കേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മൺചിരാത് വാങ്ങിയപ്പോൾ അതിൽ മാത്രമാണ് കത്തിച്ചത്. കഴിഞ്ഞ തവണ നമ്മൾ വേറൊരു സംഭവത്തിലാണ് കത്തിച്ചത്, അത് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് മൺചിരാതൊന്നല്ല കേട്ടോ നമ്മളോട് പറയാം, നമ്മൾ ഇടിഞ്ഞിലെന്നാണ് പറയണേ. ഓരോ നാട്ടിലും ഓരോ ഭാഷയാണല്ലോ. നമ്മൾ തിരുവനന്തപുരത്തുകാരല്ലേ, നമുക്ക് ഇടിഞ്ഞിലെന്നും ഇലയപ്പം എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ ഇലയപ്പം ഉണ്ടാക്കണുണ്ട്. നിങ്ങൾ ഇലയുടെ എന്നായിരിക്കുമല്ലേ പറയുക പലരും. അപ്പോൾ നമ്മളിന്ന് ചെറുപയർ വറുത്ത് പൊടിച്ചിട്ട് അതാണ് ഉള്ളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പനിയായ കാരണം ഒരാൾ അടുത്തുണ്ടായിരുന്നു കേട്ടോ, സ്കൂളിൽ പോകാണ്ട്. അപ്പോൾ ഇടയ്ക്ക് കൈയിട്ട് വാരിക്കൊണ്ട് ഓടുന്ന പണി അത് പണ്ടേ പിള്ളേർക്കുള്ളതാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനും അവനും തമ്മിൽ ഒരു മൽപ്പിടുത്തം തന്നെ നടന്നു. അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ പോയി. അതുകൊണ്ട് ആ ഫില്ല് ചെയ്യണ സംഭവമൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇലയപ്പം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് തെരളിയാണ്. ചില സ്ഥലങ്ങളിൽ ഇത് വയണയപ്പം, കുമ്പിളപ്പം എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇത് തന്നെയാണോ എന്നെനിക്കറിയില്ല. അപ്പം നമുക്കിവൻ തെരളിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള പച്ചരി ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏലക്ക, ആവശ്യത്തിന് തേങ്ങ, പിന്നെ നമ്മളെ പാളയംകുടം പഴം. നിങ്ങളവിടെ ഇത് ഈ പേരിലാണോ അറിയണമെന്ന് എനിക്കറിയില്ല. നമുക്കിവൻ പാളയംകുടനാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തുകാരല്ലേ, പലതും ഇങ്ങനെയൊക്കെ കേൾക്കാം നിങ്ങൾക്ക്. അപ്പോൾ പഴം കൂടെ ഇട്ട് കൊടുത്ത്, പിന്നെ ആവശ്യത്തിന് മധുരത്തിന് വേണ്ട ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ശർക്കര നല്ല കല്ല് പോലത്തെ ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇടിച്ച് പൊടിച്ചാണ് എടുത്തത് കേട്ടോ. നല്ലപോലെ പൊടിച്ച് ഈ ഒരു പരുവാക്കി എടുത്തിട്ടുണ്ട്. അതിൽ എന്നാലും കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ പഴം ഇതുപോലെ നല്ലപോലെ ഞെരടി മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. അതിൻ്റെ കട്ടയെല്ലാം കളഞ്ഞ് നല്ലപോലെ എടുക്കണം. അങ്ങനെ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ തെരളി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ട ഇലയൊക്കെ ഞാൻ അടുത്ത വീട്ടിൽ ചെന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. പിന്നെ നമ്മൾ 2 ഈർക്കിൽ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പറയാമേ. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളത് ഇലയിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ആ 2 ഈർക്കിലും. അപ്പോൾ ഈ ഈർക്കിൽ വെച്ചിട്ട് നമുക്കിതിങ്ങനെ മാല പോലെ കോർത്തെടുക്കണം. അങ്ങനെ ഇതാ ഈ ഒരു ഇലയാണ്. അപ്പോൾ നമ്മളിവിടെ വയണ ഇല എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്ത് ഇലയാണെന്ന് എനിക്കറിയില്ല. ഇതിലേക്ക് നമ്മളിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 കഷ്ണം നമ്മൾ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യം ഒന്ന് വെച്ച് ഒന്ന് മടക്കി കൊടുക്കുക, അടുത്തൊരു പീസ് കൂടെ റെഡിയാക്കി അതിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ ഇലയൊന്ന് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൂടെ ഈർക്കിൽ കയറ്റി ഒരു മാല പോലെ നമുക്ക് ഒരുപാട് എണ്ണ ഇതിലേക്ക് ഇങ്ങനെ കോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു സെറ്റാക്കി നമുക്കിങ്ങനെ ചെയ്ത് ഒരുമിച്ച്, അപ്പോൾ ഇതിങ്ങനെ ഇളകി പോകത്തുമില്ല. നമുക്ക് പിന്നെ ഈർക്കിൽ സെപ്പറേറ്റ് എടുത്ത് കുത്തി വെക്കണ്ടല്ലോ, ഒരുമിച്ച് ഒരു മാലയാക്കി തന്നെ എടുക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. കുട്ടിക്കാലം മുതലേ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ചെറുതിലെ അമ്മയൊക്കെ ചെയ്യുന്നത് കണ്ട് ഞാനിതൊരു 2ാമത്തെ തവണയാണ് കേട്ടോ ഈ തെരളി ഉണ്ടാക്കുന്നത്. ഇലയപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും, പക്ഷേ തെരളി ഉണ്ടാക്കുന്നത് 2ാമത്തെ കണ്ടില്ലേ. ഈ ഒരു മാല പോലെ നമുക്ക് കിട്ടും. പിന്നെ ഇത്തവണ നമുക്ക് കാച്ചിൽ, കൂവക്കിഴങ്ങ് അതൊന്നുമില്ല കേട്ടോ. ചെറുതിലേക്ക് ആണെങ്കിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഒക്കെ കൂടെ ഈ പരിപാടികളൊക്കെ ഉണ്ട്. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഈ സമയം കിളച്ചെടുത്ത് കാർത്തികയാകുമ്പോൾ വേവിച്ച് കഴിക്കുക. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് 2 റെഡി ആയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരത്ത് കത്തിക്കാൻ വാങ്ങിയ മൺചിരാത് ഇടിഞ്ഞിലാണ് കേട്ടോ ഇത്. അത് നമ്മളൊന്ന് വെള്ളത്തിലിട്ട് എടുക്കുന്നുണ്ട്. കാരണം ഇതിൽ വെള്ളത്തിലിടാതെ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ എണ്ണ ഒഴിക്കുന്ന സമയത്ത് എണ്ണ ഇതിങ്ങനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് എടുത്ത് കഴിഞ്ഞാൽ അത്രയും എണ്ണ നമുക്ക് വേസ്റ്റായി പോകത്തില്ല. അതാണ് കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു മരുന്ന് കുപ്പിയിൽ അടപ്പിലാണ് വെച്ചത് കേട്ടോ. അത് നിങ്ങളന്ന് കാണിക്കാമെന്ന് കരുതി. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ കണ്ടുവന്നത് അങ്ങനെയാണ് കേട്ടോ. അമ്മ ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് അത്. നമുക്ക് അന്നത്തെ അത്രയും കഷ്ടപ്പാടിൽ അമ്മ കണ്ടുപിടിച്ചിരുന്ന ഒരു മാർഗ്ഗമായിരിക്കും. കാരണം 4 മക്കളില്ലേ, 4 പേർക്കും വയ്യാതാവുമ്പോൾ കിട്ടുന്ന മരുന്നിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പെടുത്ത് ശേഖരിച്ച് വെച്ചിരുന്ന അതിലായിരുന്നു നമ്മൾ കുട്ടിക്കാലം മുഴുവൻ ഇങ്ങനെ കാർത്തികയ്ക്ക് വിളക്ക് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് അനുഭവിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇന്നും നമ്മുടെ മക്കൾക്ക് അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ നാളെ അവരുടെ മക്കൾക്ക് അവർക്കും ഇത്തരത്തിലുള്ള ഒരു കഥയെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത്ര ഒരു കഥയായി മാറട്ടെ ഇതും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.